ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മളൊന്ന് പേടിച്ചു പോകുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. അതൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ആ വാഹനം ഇങ്ങനെ ഉരുണ്ടു വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ആ തടി കയറ്റിക്കൊണ്ടിരുന്ന ജീവനക്കാർ ഉൾപ്പെടെ ഉരുണ്ടു പോയിരിക്കാൻ അട വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണം കൊണ്ട് അട മാറിയതോടുകൂടെയാണ് വാഹനം വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഉരുണ്ട് വരികയും ചെയ്തത്. അത് ആ ഒരു ഇട റോഡിൽ നിന്നാണ് വന്നതെങ്കിൽ പോലും ആ വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡിൽ നിരവധി വാഹനങ്ങൾ സാധാരണ പോകാറുള്ള ഒരു റോഡാണത്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് വാഹനങ്ങളൊന്നും അധികം വരാത്തത് കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഒഴിവായത്. മാത്രമല്ല, ഈ വാഹനം ഇത്തരത്തിൽ ഉരുണ്ടിറങ്ങുന്ന സമയത്തും ഇതിൻ്റെ വാഹനത്തിൻ്റെ മുകളിലിരുന്ന ആളുകൾക്കും കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ആ നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഉരുണ്ടുവരികയും മതിലിടിച്ച് തകർത്തതിന് ശേഷം ആ വീടിന് സമീപത്ത് വന്ന് ഇടിച്ചു നിൽക്കുകയും ചെയ്തത്. ആ വാഹനങ്ങൾ വന്നിരുന്നെങ്കിൽ, മറ്റു വാഹനങ്ങൾ വന്നിരുന്നെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്നു. ഈ വീടിൻ്റെ മതിൽ ഉൾപ്പെടെ തകരുകയും ചെയ്തിട്ടുണ്ട്. വാഹനത്തിന് മുകളിലുണ്ടായിരുന്ന അതേ തടി കയറ്റിക്കൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.